പരിശുദ്ധമായി നാം വാഴ്ത്തുന്നു. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിളിയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന് ചിന്തിക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 33-ാമത്തെ വാക്യം. ദൈവം തെരഞ്ഞെടുത്തവരെ ആ കുറ്റം ചുമത്തും, നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇവിടെ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും. പ്രൈസലോ. ഈ വചനം കേൾക്കുവാൻ പ്രാരംഭത്തിൽ തൊട്ട് ഒരുങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ പറയട്ടെ, നാം ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചോളണം. പ്രൈസലോ. അതൊരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾ കാണണം. വേദപുസ്തകം പറയുന്നത് ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും. പ്രൈസലോ. ഇവിടെ ലോകത്തിൽ 800 കോടിയിലധികം ജനങ്ങളുണ്ട്. എണ്ണത്തിൽപ്പെടാത്ത അനവധി ആളുകളുണ്ട്. ലളിയ തലമുറ കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പൊ വലിയൊരു ജനസംഖ്യയാണ്, വലിയ ഒരു ജനസംഖ്യ നിറയപ്പെട്ടതാണ് നമ്മുടെ ലോകരാജ്യം എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യർക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങളാണ്. നിങ്ങളുടെ സ്വഭാവമായിരിക്കത്തില്ല എനിക്ക്, എന്റെ സ്വഭാവമായിരിക്കത്തില്ല വേറൊരാൾക്ക്. അപ്പം എല്ലാവർക്കും വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങളാണ്. അങ്ങനെ വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങളുള്ള സകല ജനങ്ങളും നമ്മളെ കാണും. സകല ജനങ്ങൾ നമ്മളെ കാണും, നമ്മളവരെ കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ കുറ്റം വിധിക്കുക എന്നുള്ളത്. അല്ലേ? എല്ലാവരും വ്യത്യസ്ത സ്വഭാവക്കാരാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ വിവിധ ഭാഷക്കാര്, ജാതിക്കാര്, മത, വർഗ, വർണ്ണ വ്യത്യാസം കൂടാതെ ജീവിക്കുന്നവരെന്നൊക്കെ പറയുമ്പോൾ തന്നെ അവരിലെല്ലാം സ്വഭാവ വ്യത്യാസമുണ്ട്. എന്നാൽ എല്ലാവർക്കും ഉള്ള സ്വഭാവമാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, മറ്റുള്ളവരെ കുറ്റം വിധിക്കുക. ഇവിടെ പറയുന്നത് ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും എന്നുള്ളതാണ്. പ്രൈസലോ. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം ചുമത്തുന്നത് കൊടിയ പാപമാണ്. മറ്റുള്ളവരെ കുറ്റം ചുമത്തുക എന്ന് പറയുന്നത് ദൈവം പൊറുക്കാത്ത പാപമാണ്. പ്രൈസലോ. മാതാപിതാക്കൾ മക്കളെ കുറ്റപ്പെടുത്തുക, കുറ്റം ചുമത്തുക. മക്കൾ മാതാപിതാക്കളെ കുറ്റം ചുമത്തുക. സഹോദരന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ചുമത്തുക. നിങ്ങളുടെ ദേശത്ത് പാർക്കുന്ന ജനങ്ങളിൽ നിങ്ങൾ വസിക്കും, ജനങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുക. അന്നത്തെ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ലേ? രാഷ്ട്രീയക്കാർ കഥയുള്ള തൊഴിൽ മറ്റുള്ളവരെ കുറ്റം ചുമത്തുന്ന രാഷ്ട്രീയക്കാരുടെ ജോലി. രാഷ്ട്രീയമല്ല, എവിടെ നോക്കിയാലും, ആരുടെ പ്രസംഗം നോക്കിയാലും, എത്ര വലിയ വമ്പം പ്രസംഗരെ നോക്കിയാലും കുറ്റം ചുമത്തുക. രാഷ്ട്രീയക്കാർ തന്നെ മതങ്ങളെ നോക്കിയാലും ഇത് തന്നെയാണ്. മതത്തിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താ? മതങ്ങൾ തമ്മിൽ നീ സകല മതങ്ങളും നോക്കിയാൽ കുറ്റം ചുമത്തുക. നീ ഞങ്ങൾക്ക് പ്രസംഗം പെന്തക്കോസ്ത് സമുദായത്തിനെ കുറിച്ച് നോക്കിയാലും പ്രസംഗം എന്ന് പറഞ്ഞാൽ കുറ്റം ചുമത്തുക. ലേഡിയ. ഇപ്പൊ അതിന് ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും. അല്ലേരിയ. അപ്പൊ അത് കൊടിയ പാപമാണ്, ദൈവം പൊറുക്കാത്ത പാപമാണ്. ഒരുപക്ഷെ നമ്മൾ ഉന്നതനായ വ്യക്തിയായിരിക്കും, സഭയുടെ ഏറ്റവും ഉന്നതമായ നിലയിൽ നിൽക്കുന്ന നേതാവായിരിക്കാം, ഏത് സഭയുടെ ആയിരിക്കട്ടെ, ക്രൈസ്തവ സഭയുടെ ഏത് ഉന്നത നേതൃത്വ നിലയിൽ ഇരിക്കുന്നവരായിരുന്നാലും, ഇനി മറ്റേത് സഭയുടെ ഉന്നത നിലയിൽ ഇരിക്കുന്നവരായിരുന്നാലും, ദൈവം തെരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തുന്നത് കൊടിയ പാപമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുക. ചില ഭവനത്തിൽ ചെന്ന മാതാപിതാക്കൾ പറയുന്ന കേൾക്കത്തില്ലേ, അവൻ പൊട്ടനാണ്, അവൻ മൂടനാണ്, അവൾ പൊട്ടിയാണ്, അലരിയ എന്നൊക്കെ പറഞ്ഞ കേൾക്കത്തില്ലേ. കഴിവില്ല, കഴിവ് കെട്ടവനാണ്, കെട്ടവളാണ്, അവൻ അല്ലെ അവൾ മന്ദബുദ്ധിയാണെന്നൊക്കെ മക്കളെ ഒക്കെ സഹോദരങ്ങളെയൊക്കെ കുറ്റം ചുമത്താൻ കാണാറുണ്ടേ. അപ്പൊ എത്ര വലിയ കൊടിയ പാപമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കി. പാപം എന്നൊക്കെ പറയുന്നത് ചിലരുടെയൊക്കെ ചിന്തയിൽ ആരെയും കൊല്ലണം, കുത്തണം, വെട്ടണം, മുറിവേൽപ്പിക്കണം, പിടിച്ചു പറിക്കണം, മോഷ്ടിക്കണം, വ്യഭിചരിക്കണം എന്നൊക്കെയാണ് എല്ലാവരും പാപം എന്ന് ചിന്തിക്കുന്നത്. അതൊക്കെ പാപം തന്നെയായി, വലിയ പാപം തന്നെയാണ്. പക്ഷേ ദൈവം തെരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തുക എന്ന് പറയുന്നത് അത് ദൈവം പൊറുക്കാത്ത പാപങ്ങളാണ്. അപ്പം ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ദാസന്മാർ, ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ അഭിഷക്തന്മാർ, പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സമൂഹത്തെ മറ്റുള്ളവർ വളരെ കുറ്റം ചുമത്തും. കാരണം ദൈവം തെരഞ്ഞെടുത്തവരെ വളരെ കുറ്റം ചുമത്തി
അവരെ ഇല്ലാത്ത വിധത്തിൽ മുറിവേൽപ്പിക്കും, ഹൃദയത്തിൽ മുറിവേൽപ്പിക്കും. എന്നിട്ട് ഈ കുറ്റം ചുമത്തുന്നവർ മാറി നിന്ന് കൂട്ടുകൂടി എന്ന് സന്തോഷിക്കും, ചിരിക്കും. അല്ലേ? പക്ഷെ ദൈവം ഒരിക്കൽ നിന്നോട് കണക്ക് ചോദിക്കും. അപ്പൊ ഞാൻ പറയുന്നതൊക്കെ കൊടിയ, ദൈവം തെരഞ്ഞെടുപ്പ് കുറ്റം ചുമത്തുന്നത് കൊടിയ പാപമാണെന്ന് പറയും, ദൈവം പൊറുക്കാത്തത്. അപ്പൊ ചിലരൊക്കെ അതിനെ വലിയ കാര്യമാക്കി ഉൾക്കൊള്ളണമെന്നില്ല. മക്കളെ കുറിച്ചും ഞാൻ പറഞ്ഞില്ലേ, മക്കളെ കുറിച്ചും മരുമക്കളെ കുറിച്ചും കൊച്ചുമക്കളെ കുറിച്ചും ഒക്കെ മന്ദബുദ്ധിയാണ്, പൊട്ടനാണ്, പൊട്ടിയാണ്, മൂടനാണ് എന്നൊക്കെ പറയുന്നത് വീട്ടിൽ അപ്പനമ്മമാരൊക്കെ ചെയ്യുന്ന വലിയ പാപം. ഒരുപക്ഷെ നിങ്ങൾ വലിയൊരു വിശ്വാസിയായിരിക്കാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കിയിട്ട് പറയാം മൂട, അല്ലെങ്കിൽ മന്ദബുദ്ധി, അല്ലെങ്കിൽ പൊട്ടി എന്നൊക്കെ വിളിച്ച അതൊന്നും ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കും. പക്ഷെ വേദപുസ്തകത്തിൽ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവുണ്ട്. വേദപുസ്തകത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവുണ്ട്. യേശുക്രിസ്തു തന്റെ ശുശ്രൂഷയില് ഗിരിപ്രഭാഷണത്തിൽ ജനത്തോട് സംസാരിച്ചു ഇത് വചനമുണ്ട്. അതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം പറയുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാവും. അപ്പൊ വചനമുണ്ടല്ലോ, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാവും. അല്ലെ? സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂട എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാവും. കാരണം സഹോദരനെ മൂട എന്ന് വിളിച്ചാലും നിസാര എന്ന് വിളിച്ചാലും ഒക്കെ അത് പാപമാണെന്നാണ് യേശു പറഞ്ഞത്. ലേലിയ ഇവിടെ നാം ദൈവവചനം വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിസാരൻ, മൂടൻ. ചിലര് കാണത്തില്ലേ, മനുഷ്യർ നിസാരന്മാരാക്കി മൂടനാക്കി മാറ്റും. ലേലി ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ വളരെ ആ ഒരു പ്രവൃത്തി കൂടുതലാണ് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തില് പരസ്പരം അങ്ങോട്ട് മാറിയുന്ന അവനെ കഴിവില്ല, കഴിവെട്ടവനാണ്, അവൻ നിസാരനാണ്, മൂടനാണ്, അവൻ അങ്ങനാണ് എന്നൊക്കെ പറഞ്ഞ് പാരപണിയുന്ന ഒരുപാട് പേരുണ്ട്. അല്ലേരിയ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ദൈവം നിന്നോട് പൊറുക്കത്തില്ല. ദൈവം നിന്നോട് പൊറുക്കത്തില്ല. നീ എത്ര വലിയ വിശുദ്ധിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞ് നടന്നാലും കർത്താവ് പൊറുക്കത്തില്ല. അപ്പൊ നിസാര, മൂട എന്നൊക്കെ വിളിക്കുന്ന പാപമാണെന്ന് മത്തായിയുടെ സുവിശേഷം 5:22 പറയുക. അപ്പൊ ഒരുവനെ നിസാരനും മൂടനുമാക്കുന്ന വിധത്തിൽ അവനെതിരെ പാര പണിയുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരുവനെ നിസാരനും മൂടനുമാക്കി ഒരുവനെ പാര പണിയുന്ന കാര്യത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഭൂമി ശുദ്ധന്മാരായ ചിലരെ കൊള്ളരാത്തവരെന്ന് ജനം മുദ്ര കുത്തും. വളരെ സത്യസന്ധമായി ജീവിക്കുന്ന, വളരെ നല്ലവരായി ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരെ ഒരു കൂട്ടം ജനം മാറി നിന്ന് കൊള്ളരുതാത്തവരാണെന്ന് ചിത്രീകരിച്ച് അവന്റെ മേലെ അപവാദം പറഞ്ഞ് കുറ്റം ചുമത്തി അവനെ പരിഹസിച്ച് അവസാനം ആ വ്യക്തി പോയി എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യും. അപ്പോൾ ആ വ്യക്തിക്ക് സഹിക്കാൻ വയ്യാതെ കഴിയുമ്പോൾ ആ വ്യക്തി പോയി മരണപ്പെടും. അങ്ങനെ ആ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ച് എന്ത് ചെയ്യും? പോലീസ് വന്നിട്ട് വരും, ആ വ്യക്തിയെ പിടിക്കും, കേസെടുക്കും, കോടതിയിൽ കൊണ്ടുപോകും, കോടതി അവരെ റിമാൻഡ് ചെയ്യും. ആ കേസ് വിസ്തരിച്ച അവസാനം അവൻ കുറ്റക്കാരനാണെന്ന് തെളിയുമ്പോൾ, അവന്റെ മേലെ കുറ്റം തെളിയിക്കുമ്പോൾ അവനെ തടവിൽ അടയ്ക്കുന്നു. അതിലൂടെ കണ്ടുവരുന്നു. എന്ത് പറഞ്ഞതുപോലെ സഹോദരനെതിരെ പാര പണിയുന്നവൻ, സഹോദരനെ മൂടനെന്നും നിസ്സാരമെന്ന് കാണുന്നവൻ, ദൈവം തെരഞ്ഞെടുത്തവരെ കുറ്റം വിധിക്കുന്നവൻ, അവൻ ദൈവത്തിന്റെ കോടതിയിൽ ശിക്ഷാവിധിക്ക് യോഗ്യനാണ്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഭവനത്തിനകത്ത് തൊട്ടൊരു ശുദ്ധീകരണം നടക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരിക്കലും മൂടാന്നോ നിസ്സാരെന്ന് വിളിക്കരുത്, പൊട്ടനെന്ന് വിളിക്കരുത്, മന്ദബുദ്ധി എന്ന് വിളിക്കരുത്, മക്കളെ അപ്പനമ്മമാരെ ഇങ്ങനെ വിളിക്കരുത്. ആരെയും വിളിക്കാൻ പാടില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഒരു പേരിട്ടിട്ടുണ്ട്, ഒരു പേര്. നിങ്ങൾ ഈ ഭൂമി ജനിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്കൊരു പേരിട്ടുണ്ട്. ആ പേര് മാത്രമേ വിളിക്കാവുള്ളൂ. പ്രായം നോക്കി എന്ത് ചെയ്യണം? ബഹുമാനത്തോടെ ചേട്ടാന്നോ ചേച്ചിന്നോ അല്ലെങ്കിൽ സാറേന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. പക്ഷെ ഒരുവനെ നിസ്സാരനാക്കാനും മൂടനാക്കാനും നിങ്ങൾ ശ്രമിക്കരുത്. ജാതി പറഞ്ഞ് അധിക്ഷേപിക്കരുത്, മതം പറഞ്ഞ് അധിക്ഷേപിക്കരുത്, അവന്റെ ജീവിത സാഹചര്യങ്ങൾ പറഞ്ഞ് അവനെ അധിക്ഷേപിക്കരുത്, അവന്റെ സൗന്ദര്യത്തെ നോക്കി അവന്റെ നിറം നോക്കിയിട്ട് നിങ്ങൾ അധിക്ഷേപിക്കരുത്, അവന്റെ പ്രവൃത്തികളും പ്രവർത്തന പദങ്ങളും അവന്റെ ജീവിതവും സാഹചര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ആരെയും കുറ്റം വിധിക്കരുത്. കാര്യം ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തുമെന്ന് വേദപുസ്തകം പറയുമ്പോൾ നമുക്കൊരു യാചകനെയാണ് നമ്മൾ കുറ്റം ചുമത്തുന്നെങ്കിലും ദൈവത്തിന്റെ കോടതി ശിക്ഷ ഒരുപോലെ.
വഴിയിലൂടെ യാചിച്ച് നടക്കുന്ന യാചകനെയും കോടാനുകോടി രൂപയുടെ സ്വത്തുള്ള ലോകത്തിൽ കോടിപതി എന്ന് പറയുന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരും എല്ലാവരും ജീവനൊരു പോരാ. പക്ഷെ നിങ്ങളുടെ പദവി, നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ, നിങ്ങളുടെ സമ്പത്തൊക്കെ വെച്ചുകൊണ്ട് ഒരു യാചകനെ കാണുമ്പോൾ ആ യാചകനെ നിങ്ങൾ നിസ്സാരനായി കണ്ട്, മൂടായെന്ന് കണ്ട് അവനെ കുറ്റം വിധിച്ചാൽ അതിന് ശിക്ഷയുണ്ട്. കാരണം ഇന്ന് യാചകന്മാരിൽ നല്ലൊരു ശതമാനം ജനങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചിട്ട് അവർക്ക് കിട്ടുന്ന വിശ്രമവേളയിൽ ദൈവത്തിന്റെ വചനം, സത്യസുവിശേഷം എടുത്ത് വായിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ലേലിയ അങ്ങനെ ദൈവം തെരഞ്ഞെടുത്ത അനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമുക്കിഷ്ടപ്പെടാത്ത പലരെയും ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ലേലിയ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത പലരെയും ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരോടുള്ള വിദ്വേഷവും പകയും വെച്ചുകൊണ്ട് നിങ്ങൾ അവരെ കുറ്റം ചുമത്തും. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ പിന്നിൽ വരാൻ പോകുന്ന വലിയ ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിവുള്ളവരായിരിക്കണം. പ്രൈസലോ. അപ്പൊ ഇവിടെ ദൈവത്തിന് ഒരു മനുഷ്യനെ കർത്താവ് തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അവരെ കുറ്റം ചുമത്താനുമായി ആർക്കും നമ്മുടെ കർത്താവ് സ്ഥാനവും അധികാരവും നൽകിയിട്ടില്ല. ദൈവം തെരഞ്ഞെടുത്ത ഒരു മനുഷ്യനെ കുറ്റം ചുമത്തുവാൻ ഈ ഭൂമി ഒരു മനുഷ്യർക്കും ദൈവം അധികാരം തന്നിട്ടില്ല. അത് ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ്, ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഹല്ലേലൂയ. അപ്പൊ അവന് വിരോധമായി ഏതൊരു മനുഷ്യൻ സംസാരിക്കുന്നുവോ, എഴുതുന്നുവോ, ഹല്ലേലൂയ, കൈ ഓങ്ങുന്നുവോ, അത് കണ്ടിട്ട് കർത്താവ് മിണ്ടാതിരിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവ് സംസാരിക്കും. അപ്പൊ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടവരും നമുക്ക് വളരെ സ്നേഹിതമായിരുന്ന പലപ്പോഴും നമ്മൾ നകന്നു മാറുമ്പോൾ, ചെറിയൊരു ഇടർച്ച ഒന്ന് മാറുമ്പോൾ നാം അവരെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. അവരെക്കുറിച്ച് നാം എഴുതി പ്രചരിപ്പിക്കാൻ തുടങ്ങും. അല്ലേ? അവർക്ക് നേരെ കൈയോങ്ങും. ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ചെറിയ നിസ്സാര കാരണങ്ങൾ പോലും കണ്ടു കഴിഞ്ഞാൽ അത് വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയ വഴി ആ വ്യക്തിയെ വളരെ അപമാനിച്ച് പരിഹസിക്കുന്നത് കാണാൻ കഴിയും. പക്ഷെ ആ വ്യക്തി ദൈവം തെരഞ്ഞെടുത്തതാണെങ്കിൽ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ സംസാരിച്ചതും എഴുതി പ്രചരിപ്പിച്ചതും കൈയോങ്ങിയതും നിങ്ങൾ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ മാധ്യമങ്ങളിട്ട് പ്രചരിപ്പിച്ച് കാണിച്ചതെല്ലാം നിങ്ങൾ ദൈവത്തിന്റെ കോടതിയിലും വാകെ നിങ്ങൾ നിൽക്കുമ്പോൾ അതിനുള്ള ശിക്ഷ മേടിക്കും. അതിന് നിങ്ങൾ ഒരു വക്കീലിനെയും കൊണ്ടോ ഒരു സാക്ഷിയും കൊണ്ടോ അവിടെ ചെല്ലാൻ പറ്റത്തില്ല. നിങ്ങൾ പറഞ്ഞില്ല എന്ന് പറയുവാനും നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങൾ പറയുന്ന വാക്കുകളെല്ലാം ദൈവം തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ മാലാഖിയുടെ പുസ്തകം വായിച്ചാൽ മതി. 3-ാമത്തെ അതിന്റെ 15 തൊട്ട് 16 തൊട്ട് താഴോട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു എന്നാ. അപ്പം ദൈവഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് ദൈവം ശ്രദ്ധ വെച്ച് കേട്ടത് ദൈവത്തിന്റെ സ്മരണയുടെ പുസ്തകത്തെ രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാം എപ്പോഴും നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കണം. നമ്മുടെ വാക്കുകൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് കൊലോസ്യ സഭയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഒപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്നാണ്. അവിടെ വാക്കുകൾ ഇങ്ങനെ കൃപയോട് കൂടിയതായിരിക്കണം, ഒപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. ഏത് മനുഷ്യനെ കണ്ടാലും നിങ്ങൾ അവരെ പരിഹസിക്കരുത്, കുറ്റം ചുമത്തരുത്. ഒരുപക്ഷെ ഒരു മനുഷ്യൻ നല്ല വസ്ത്രം ധരിച്ചല്ലായിരിക്കും വരുന്നത്, വളരെ മുഷിഞ്ഞതും ചെളി പിടിച്ചതും അതുപോലെ കീറിയ വസ്ത്രങ്ങൾ ധരിച്ചായിരിക്കും വരുന്നത്. ഒരുപക്ഷെ ആ വ്യക്തി തലമുടി വെട്ടാതെ, താടി വടിക്കാതെ, കുളിക്കാത്ത വ്യക്തിയായിരിക്കാം. അല്ലേ? അങ്ങനെ വ്യത്യസ്തമായ നിലകളില്ല ജനം. ഒരുപക്ഷെ എന്തെങ്കിലും രോഗത്തിനൊക്കെ അടിമയായി മറ്റുള്ളവരോടൊപ്പം നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കും ചിലര്. പക്ഷെ അങ്ങനെയുള്ളവരെ പോലും നാം കുറ്റം വിധിക്കാൻ പാടില്ലെന്ന, അവരുടെ ഇടയിൽ നിന്നും വലിയൊരു കൂട്ടം ജനത്തെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട്. അല്ലേ? നമ്മൾ ഈ ഹോസ്പിറ്റലുകളൊക്കെ സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഹോസ്പിറ്റലുകളൊക്കെ സന്ദർശിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ആളുകൾ വിവിധ തരത്തിലുള്ള രോഗങ്ങളായിട്ട് കിടക്കുന്നവരുണ്ട്. അവരിൽ നല്ലൊരു ശതമാനം ജനങ്ങളും ദൈവം തെരഞ്ഞെടുത്തിട്ടുള്ളവരാണ്. അല്ലേ? അപ്പം ദൈവം തെരഞ്ഞെടുത്തവരും അവരവരുടെ രോഗ ചികിത്സയ്ക്ക് വേണ്ടി, രോഗത്തിന്റെ സൗഖ്യത്തിനായിട്ട് അവർ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആകാറുണ്ട്.
അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരെ ഒരിക്കൽ ചെന്ന് അവരെ കാണുമ്പോഴും അവരുടെ രോഗവും രോഗവിവരവും ഒക്കെ കണ്ട് അവരുടെ ശരീരവും ശരീരത്തിന്റെ ആ അനുഭവങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് പോലും നമ്മൾ അവരെ കുറ്റം വിധിക്കരുത്. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ എത്രമാത്രം വിശുദ്ധിയോടെ ജീവിച്ചാലാ നമുക്ക് നിത്യത്തിലെത്താൻ കഴിയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ മതങ്ങളെല്ലാം കുറ്റപ്പെടുത്തലാണ്. നിങ്ങൾ എവിടെ നോക്കിയാട്ടെ എല്ലാ മതങ്ങളിലെ സംഭാഷണത്തിനകത്ത് വളരെ കുറ്റം വിധിക്കുന്ന കാണാൻ കഴിയും. പ്രൈസോ. എന്നെ കേൾക്കുന്ന പ്രശ്നം, ദൈവം നമുക്ക് തരാത്ത അധികാരവും ദൈവം നമുക്ക് തരാത്ത സ്ഥാനവും നമ്മൾ എന്തിനെടുത്ത് പ്രയോഗിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനമായി പ്രത്യേകമായി ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവം തെരഞ്ഞെടുത്ത അഭിഷക്തന്മാരെ കുറ്റം ചുമത്തുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ കുറ്റം ചുമത്തുന്ന ആരും ദൈവസന്നിധിയിൽ രക്ഷ പ്രാപിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പം ദൈവം തെരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തുന്ന വ്യക്തികൾ താൽക്കാലികമായി രക്ഷപ്പെടുന്നത് പോലെ തോന്നിയാലും ഹല്ലേലൂയ താമസിയാതെ അതിന്റെ ശിക്ഷാവിധി വരും എന്ന് പറഞ്ഞാൽ, ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാ. ഹല്ലേലൂയ. ഈ കോഴിയെ അല്ലെങ്കിൽ ആടിനെ കൊല്ലുവാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് തീറ്റ കൊടുക്കും. പ്രൈസോ. നമ്മൾ ഈ കോഴിയൊക്കെ കണ്ടിട്ടില്ല, അതിനൊക്കെ കൊല്ലാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇട്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ വളരെ തീറ്റ കൊടുക്കും. കൊല്ലാൻ ഒരുങ്ങുമ്പോൾ അതിന് വെള്ളം കൊടുക്കും. ആടിനും കോഴിക്കും ഒക്കെ തീറ്റയും കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തിട്ടാ ഇട്ടിരിക്കുന്ന അവിടെ. എന്തിനാ അതിനെ കൊല്ലാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാ. ഹല്ലേലൂയ. കൊല്ലാൻ വേണ്ടി. അപ്പം അങ്ങനെ കൊല്ലാൻ വേണ്ടി വെള്ളം കൊടുത്തും തീറ്റ കൊടുത്തും പുഷ്ടിപ്പെടുത്തുന്നത് പോലെ കർത്താവ് ഹല്ലേലൂയ ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ വിധിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ദോഷമൊന്നും വന്നില്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ കോഴിക്കും ആടിനും പിന്നത്തേത് അതിന്റെ മരണമാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞവരെ, മറ്റുള്ളവരെ കുറ്റം ചുമത്തിയാൽ കുറ്റം വിധിച്ചാൽ നിങ്ങൾക്കും മരണം വരെ സംഭവിക്കാം. താൽക്കാലികമായി നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലെന്ന് ചിന്തിച്ചാലും നിങ്ങൾ മരണത്തിന് വിധിക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. ഉടനെ കേൾക്കുന്നവരെ സ്നേഹിത, ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം. നിങ്ങളെ കാട്ടി കുറഞ്ഞവരെ, നിങ്ങളെ കാട്ടി താഴ്ന്നവരെ, ആമേൻ, ആരുമാകട്ടെ, ഏത് ജാതി മത വർഗത്തിൽ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും അവരെ സ്നേഹിക്കാൻ കഴിയണം. അവരുടെ നിറം കൊണ്ടും അവരുടെ രീതി കൊണ്ടും അവരുടെ ഭാഷ കൊണ്ടും അവരുടെ ശൈലി കൊണ്ടും അവരുടെ കുടുംബം കൊണ്ടും നിങ്ങൾ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. എല്ലാവരും സ്നേഹിക്കാൻ കഴിയണം. യേശു പോലും നമ്മളെ പഠിപ്പിച്ചതാണ്, ശത്രുക്കളെ സ്നേഹിപ്പിന്ന. ശത്രുക്കളെ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്ന യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ ലോകം അതിനെല്ലാം വിപരീതമായിട്ട് ശത്രുക്കളെ സ്നേഹിക്കുന്നതിന് പകരം ശത്രുക്കൾക്കെതിരെ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. നിങ്ങളെ ഉപദ്രവിക്കുന്നവരോട് പ്രാർത്ഥിക്കാൻ ഉപദ്രവിക്കുന്നവർക്ക് നേരെ വീണ്ടും മാരകായുധങ്ങളുമായി അല്ലെങ്കിൽ കേസുകളുമായിട്ട് കോടതിയും പോലീസ് സ്റ്റേഷൻ കയറിറങ്ങുക. ഉപദ്രവിക്കുന്നവരോട് പ്രാർത്ഥിക്കുവാൻ ഇന്നാരും തയ്യാറാകുന്നില്ല. അപ്പൊ നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സഹോദരനെ നിങ്ങൾ നിസ്സാരമെന്നോ മൂടാന്ന് വിളിക്കരുത്. ദൈവം തെരഞ്ഞെടുത്തവരെ നിങ്ങൾ കുറ്റം ചുമത്തരുത്. ഇതൊക്കെ ദൈവം നമുക്ക് നൽകുന്ന നല്ല സതുപദേശങ്ങളാണ്. നിങ്ങൾ നിത്യജീവനെ പ്രാപിച്ച് സ്വർഗരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ, ആ സ്വർഗീയ പർദീസിൽ ചെല്ലണമെങ്കിൽ നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ നോട്ടവും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ പ്രവൃത്തിയും പ്രയത്നത്തിനകത്തൊക്കെ ദൈവത്തിന് പ്രസാദമുണ്ടാകണം. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരും പറയട്ടെ, ഒരു ശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുക. ഞാനടക്കം ദൈവം ഒരു ശുദ്ധീകരണം ആഗ്രഹിക്കുക. എന്നോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തുമെന്നാണ്. ഹല്ലേലൂയ. അപ്പം ദൈവം തെരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തുവാൻ നമുക്ക് അധികാരമില്ലെന്നുള്ള ദൈവവചനം പറയുക. അപ്പം നമുക്കറിയാം, ദൈവജനങ്ങളെ ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ വേണ്ടി നമ്മൾ പഴയ നോക്കുമ്പോൾ ബിലയാം പുറപ്പെട്ടു വന്നപ്പോൾ ഹല്ലേലൂയ കർത്താവ് ഊരിപ്പിടിച്ച വാളുമായി തന്റെ ദൈവദൂതന്മാരെ അയച്ച് മുന്നറിയിപ്പ് കൊടുത്തു. ഹല്ലേലൂയ. ദൈവജനങ്ങളെ ദുഷിക്കുവാനോ ശപിക്കുവാനോ കർത്താവ് ബിലയാമിന് ഒരധികാരവും നൽകിയില്ല. ഹല്ലേലൂയ. ബിലയാം ഹല്ലേലൂയ ബാലാക്കിയുടെ പണം കണ്ട് ഹല്ലേലൂയ അവന്റെ സമ്പത്ത് കണ്ട് ഇസ്രായേലത്തെ
ശപിക്കുവാൻ വേണ്ടി ഒരുങ്ങി. പക്ഷേ ബാലാക്ക് ഇസ്രായേൽ ജനത്തെ ബിലയാം ഇസ്രായേൽ ജനത്തെ നോക്കിക്കഴിഞ്ഞു കഴിയപ്പോൾ ബിലയാമിന് മനസ്സിലായി ഇവർ ദൈവം തെരഞ്ഞെടുത്തവരാ. അപ്പം ബാലാക്കിയുടെ പണം കൊണ്ട്, ആ പണത്തിന്റെ ആർത്തി പൂണ്ട് ബിലയാം ഇസ്രായേൽ ജനത്തെ ശപിക്കുക നോക്കിക്കഴിഞ്ഞപ്പോൾ ബിലയാമിന് മനസ്സിലായി ഇവർ ദൈവം തെരഞ്ഞെടുത്തവരാണ്, ഇസ്രായേൽ ജനം ദൈവം തെരഞ്ഞെടുത്തവരാ, അവരെ ആര് കുറ്റം വിധിക്കും? അല്ലേ? ഇന്ന് നിങ്ങൾ ലോകത്തിൽ നോക്ക്, ലോകം ആമത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ച്, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തവ, ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനത്തെ, ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തെ കുറ്റം ചുമത്തുവാൻ നിങ്ങൾക്ക് കഴിയില്ല. അല്ലേ? അങ്ങനെ നിങ്ങൾ കുറ്റം ചുമത്തിയാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും വളരെ 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 ശക്തമായിരിക്കും. പുതിയ നിയമസഭയോട് പറയട്ടെ, പുതിയ നിയമസഭയുടെ വിശ്വാസികൾ, പുതിയ നിയമസഭയിൽ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ഹിതമറിഞ്ഞ് ജീവിക്കുന്ന വിശുദ്ധന്മാരെ, ദൈവജനത്തെ കുറ്റം ചുമത്തുന്നവരോടും ഞാൻ പറയട്ടെ, അല്ലേരിയ, നിങ്ങൾ ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിലാണ് നിൽക്കുന്നതാണ്. ദൈവം തെരഞ്ഞെടുത്തവരെ ഒരു കൂട്ടം ജനം മാറി നിന്ന് പരിഹസിക്കും, ദുഷിക്കും, നിന്ദിക്കും, അപമാനിക്കും ഒക്കെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മൾ ഈ വലിയ വലിയ പാരമ്പര്യത്തിലൊക്കെ നിൽക്കുന്നവരെ, പാരമ്പര്യത്തിലും കുടുംബ മഹിമയിലും കുടുംബത്തിന്റെ വലിയതൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയൊക്കെ നിൽക്കുന്നവരാ. അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ദൈവം അങ്ങ് തെരഞ്ഞെടുത്താൽ ബാക്കിയുള്ളവർ പറയും അവൻ പിഴച്ചുപോയി, അവൾ പിഴച്ചുപോയി എന്ന് പറയും. അങ്ങനെയുള്ളവർ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. സ്തോത്രം. അല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയ, ദൈവം തെരഞ്ഞെടുക്കുന്ന വ്യക്തികൾ പിഴച്ചു പോകാനല്ല, ദൈവം തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ മക്കളാക്കി മാറ്റുന്നത് നേരായ പാതയിലൂടെ, സത്യസന്ധമായ രീതിയിലൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെയും കുറ്റം ചുമത്തരുത്. അമ്മായിയമ്മ മരുമോളെ കുറ്റം ചുമത്തരുത്, മരുമോൾ അമ്മയ്ക്ക് കുറ്റം ചുമത്തരുത്. അല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിൽ കുറ്റം ചുമത്തരുത്, സഹോദരിമാർ തമ്മിൽ കുറ്റം ചുമത്തരുത്, അയൽവാസികളെ നിങ്ങൾ കുറ്റം ചുമത്തരുത്, അധികാരികളെ നിങ്ങൾ കുറ്റം ചുമത്തരുത്, അധികാരികളും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം ചുമത്തരുത്. അങ്ങനെയൊക്കെ നേരായ സത്യസന്ധമായ ഒരു ജീവിതമാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ളതെങ്കിൽ എത്ര സമാധാനപരമായനെ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിനകത്ത്, ജീവിതത്തിനകത്ത്, നിങ്ങളുടെ പ്രവൃത്തിയിലെ, ജോലിയില് നിങ്ങൾ കടന്നു പോകുന്നത് എല്ലാ മേഖലയും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാത്തത്? എന്താണ് ഒരു അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാകാത്തത്? ദൈവം നിങ്ങൾക്ക് ഉയർച്ചകൾ തരാൻ ആഗ്രഹിക്കുമ്പോൾ ഉയർച്ചയുടെ അനുഭവത്തിലേക്ക് വരാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ കുറ്റം ചുമത്തുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ പല സമൂഹങ്ങളിൽ ചെല്ലുന്നവരെ, പല സമൂഹത്തിൽ നമ്മൾ ഇറങ്ങി ചെല്ലാറുണ്ട്. വിവിധ ഭാഷക്കാരുടെ ഇടയിലേക്കൊക്കെ നമ്മൾ ചെല്ലാറുണ്ട്. പലരോടും നാം സംസാരിക്കാറുണ്ട്, ഇടപെടാറുണ്ട്, അവരുടെ ക്ഷേമങ്ങൾ ചോദിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിനിടയിലെല്ലാം കുറ്റം ചുമത്തുന്ന ഒരനുഭവം കാണാം. ഹല്ലേലൂയ. ഇപ്പം സകല ജനത്തിനും വ്യത്യസ്ത സ്വഭാവമാണെങ്കിലും ഈ ലോകത്തിലുള്ള സകല ജനത്തിനുമുള്ള ഒരു സ്വഭാവമാണ് കുറ്റം ചുമത്തുക. ഹല്ലേലൂയ. അത് വലിയ പാപം തന്നെ, രക്തം ചെയ്യും. അപ്പം ബിലയാമിന് ഇസ്രായേൽ ജനത്തെ വിരോധമായി ഉണ്ടാക്കുന്ന ജനത്തോട് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ഹല്ലേലൂയ, പിന്നെ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധം ഫലിക്കുകയില്ല. ന്യായവിസ്ഥാനത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. അല്ലെങ്കിൽ യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കലുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞത് ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് 17-ാം വാക്യം പറയുന്നത്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധം ഫലിക്കില്ല എന്ന് പറയുന്നത്, ദൈവം നിന്നെ സകല ശത്രുക്കളിൽ നിന്നും വിടുവിച്ച് പരിപാലിക്കും എന്നുള്ളതിനാണ്. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്കെതിരെ ഈ ലോകം ശത്രുത്വമായി വന്നാലും, നിങ്ങൾക്കെതിരെ വിരോധമായി വന്നാലും, നിങ്ങളെ വിധിച്ചാലും, നിന്ദിച്ചാലും, അപമാനിച്ചാലും, പരിഹസിച്ചാലും, നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും ദൈവം അവരുടെ നടുവിൽ നിന്നെ വിടുവിച്ച് നിനക്കൊരു ദോഷവും വരാത്ത വിധത്തിൽ കർത്താവ് നിന്നെ പരിപാലിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദിന്റെ ജീവിതം നിങ്ങൾ പഠിച്ചിട്ടില്ലേ?
ദാവീദിന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രതിസന്ധികൾ കടന്നു വന്നു, പ്രതികൂലങ്ങൾ കടന്നു വന്നു, വെല്ലുവിളികൾ കടന്നു വന്നു. ദാവീദിനെ എത്രമാത്രം തന്റെ എതിരാളികൾ കുറ്റം ചുമത്തി. ഹല്ലേലൂയ. ദാവീദിനെ കുറ്റം ചുമത്തുക മാത്രമല്ല, ആ ദാവീദിനെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ശൗലടക്കമുള്ള ആളുകൾ തന്റെ അനുയായികളുമായി വളരെ തന്ത്രങ്ങൾ മെനഞ്ഞു. ദാവീദിനെ അന്വേഷിച്ചു പോയി. ഹല്ലേലൂയ. സ്തോത്രം. ജീവനും മരണത്തിനിടയിൽ ഒരടി അകലമെന്നൊക്കെ പറഞ്ഞ പോലെ ഹല്ലേലൂയ ദാവീദും ശൗലും കൂടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ദൈവം തെരഞ്ഞെടുത്ത ദാവീദിനെ കുറ്റം ചുമത്തുവാൻ, അവന്റെ ജീവനെ അപഹരിക്കുവാൻ ശൗലിന് കഴിയുമായിരുന്നില്ല. അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട ശൗലിന്റെ അവസാനം തന്റെ കുടുംബത്തിൽ തന്നെ താൻ വീണ് ഹല്ലേലൂയ മരണപ്പെടേണ്ടി വന്നു. ഹല്ലേലൂയ സ്വയം മരണപ്പെടേണ്ടി വന്നു. പക്ഷെ ദാവീദിനെ കുറിച്ച് എന്താ ദൈവം പറഞ്ഞേ? ദാവീദ് നല്ല വാർദ്ധക്യ നിദ്ര പ്രാപിച്ച് പിതാക്കന്മാരോട് ചേർന്നു. മാത്രമല്ല ദാവീദിനെ ദൈവം സംരക്ഷിച്ചു. അപ്പം ദൈവം തെരഞ്ഞെടുത്തവരെ ലോകം കുറ്റം ചുമത്തിയപ്പോൾ, അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ, അന്നത്തെ അധികാരികൾ കുറ്റം ചുമത്തിയപ്പോൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം തെരഞ്ഞെടുത്തവരെ ഇന്നത്തെ അധികാരങ്ങളും ഭരണ സംവിധാനങ്ങളും ജനങ്ങളും മതങ്ങളും ഒന്നിച്ചു കുറ്റം ചുമത്തുമ്പോൾ, കുറ്റം ചുമത്തുമ്പോൾ ദാവീദിനെ ദൈവത്തിന്റെ സ്നേഹിതനെ തെരഞ്ഞെടുത്തതുപോലെ ദൈവം തെരഞ്ഞെടുത്ത ദൈവജനത്തെ ദൈവത്തിന്റെ സ്നേഹിതന്മാരായി ദൈവം ഇവിടെ മാറ്റി നിർത്തിയിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ദൈവം തെരഞ്ഞെടുത്ത കുറ്റം വിധിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തവരെ ഒരിക്കലും നിങ്ങൾ കുറ്റം വിധിക്കരുത്, രക്തം ചെയ്യും. അപ്പം ദൈവം തെരഞ്ഞെടുത്തവർക്ക് അതിൻ്റെതായ മാന്യതകളും അതിൻ്റെതായിട്ടുള്ള എല്ലാ അന്തസ്സും ഉണ്ട്. ഹല്ലേലൂയ. അവര് നിങ്ങളെപ്പോലെ തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, കർത്താവായ യേശുക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് നിങ്ങളെപ്പോലെ തന്നെയുള്ള എല്ലാ അവകാശങ്ങളും ഈ ഭൂമിയിലുണ്ട്. ഹല്ലേലൂയ. ദൈവം ഒരാളെ തെരഞ്ഞെടുത്തത് കൊണ്ട് അവന്റെ അവകാശങ്ങളോട് നഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. ദൈവം ഒരാളെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് മുഖാന്തരം അവൻ ദൈവത്തിന്റെ മകനായി മകളായി മാറിയതുകൊണ്ട് വീട്ടിലുള്ളവർ സഹോദരങ്ങളൊക്കെ അങ്ങനെ തെരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തി അവരെ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കി അവർക്ക് കൊടുക്കാനുള്ള നന്മ പോലും കൊടുക്കാതെ പലരും ജീവിക്കുന്നത് കാണാൻ കഴിയും. എത്ര കാലം നിങ്ങൾ മുന്നോട്ട് പോകും സഹോദര സൂര്യ? അങ്ങനെ ദൈവം ഇതിനൊക്കെ കണക്ക് ചോദിക്കുമെന്ന് രക്തം ചെയ്യും. അല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ദൈവജനത്തിന്റെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ കാണുമ്പോൾ, ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യനും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. ഇപ്പൊ ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസനായി കർത്താവിന്റെ വചനമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എന്റെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ കുറ്റം വിധിക്കാതെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവായി ആ സഹോദരനോട് ദൈവം സംസാരിക്കണമേ, അദ്ദേഹത്തിന്റെ കുറ്റങ്ങളും കുറവുകളും അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് നിങ്ങൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. അപ്പോൾ ഒരുവന്റെ കുറവ് കാണുമ്പോൾ, ഒരുവന്റെ ബലഹീനത കാണുമ്പോൾ, ഒരുവന്റെ കുറവ് കുറ്റങ്ങൾ കാണുമ്പോൾ നാം ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ മനുഷ്യൻ മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരാൻ വേണ്ടി. ഹല്ലേലൂയ. അവരുടെ കുറ്റം പറയുവാനോ അവരെ ശിക്ഷിക്കുവാനുള്ള അധികാരം കർത്താവ് നമുക്ക് നൽകിയിട്ടില്ല. ന്യായവിസ്താരത്തിൽ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും കുറ്റം വിധിക്കുവാനുള്ള ശക്തിയും അധികാരവും കർത്താവ് തന്റെ ശുശ്രൂഷകന്മാർക്ക്, തന്റെ ജനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. രക്തം ചെയ്യും. യേശുവിനോട് ചേർന്ന് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ജീവിതം എന്ന് പറയുന്നവർക്ക് ഒരിക്കൽ മാത്രമാണ്. ഹല്ലേലൂയ. ഈ ഭൂമി നമുക്ക് രണ്ടാമതൊരു ജീവിതം കിട്ടത്തില്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ സുഖസൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഒരിക്കൽ മാത്രമാണ്, രണ്ടാമതൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ലഭിച്ച സമയം ദൈവത്തിന് പ്രസാദമായി ഇത് ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് രക്തം ചെയ്യും. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപരാകുന്നൊക്കെ പറഞ്ഞാല് ഈ ലോകത്തിലുള്ള ജനങ്ങളെ നോക്കിയാൽ ഹല്ലേലൂയ, എല്ലാവരും പലവിധ സ്വഭാവക്കാരാണ്. ഹല്ലേലൂയ. നാം പ്രഭാതത്തിൽ എഴുന്നിട്ട് പലരുമായിട്ട് സംസാരിച്ചു തുടങ്ങും, പലരുമായിട്ട് ഇടപെട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ജോലി കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ
ആ നമ്മളോടൊപ്പം കൂടി വരുന്ന, നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പലരുടെയും വാക്കുകൾ പലരെയും മുറിവേൽപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായിരിക്കും, സങ്കടപ്പെടുന്നതായിരിക്കും. ചിലരൊക്കെ നേരം വെളുക്കാൻ വേണ്ടി നോക്കിയിരിക്കുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഈ ലോകത്തിന് നീ അന്യൂപരാകരുത്. ഈ ലോകക്കാര് സംസാരിക്കരുത്. ഈ ലോകക്കാര് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന പോലെ, കുറ്റം ചുമത്തുന്ന പോലെ നീ അതിനുവേണ്ടി ഒരുങ്ങരുത്. ഒരിക്കലും നിന്റെ സഹോദരൻ നീ നിസാര എന്ന് കാണരുത്, മൂടായി എന്ന് വിളിക്കരുത്. എല്ലാവരും നിനക്ക് നിന്റെ സ്വന്തം സഹോദരനെ പോലെ കാണുവാൻ കഴിയണം. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഞാൻ ഇതൊക്കെ പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഈ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഹല്ലേലൂയ. അന്ന് കർത്താവാരാ, യേശുവാരാ, അല്ലെങ്കിൽ സഹോദരനാരാ, സഹോദരിയാരാ, അപ്പനാരാ, അമ്മയാരാ, അധികാരികളാരാ, ഗുരുക്കന്മാരാ എന്നൊക്കെയുള്ള നല്ല അറിവ് ബോധ്യമൊന്നും ഇല്ലാതെ അന്ന് അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ കുറ്റം വിധിക്കുമായിരുന്നു. മുതിർന്നവരൊക്കെ കുറ്റം വിധിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ നേരത്തെ നമ്മളോട് പറഞ്ഞു, ഞാനൊക്കെ ജനിച്ചു വളർത്തപ്പെട്ട എന്റെ കുടുംബത്തിന്റെ ചുറ്റിനും 4 പെന്തക്കോസ് പള്ളി ഉണ്ടായിരുന്നു. 4. ഇന്നതിന് 3 ഉണ്ടെന്ന് തോന്നുന്നു. 3 ഉണ്ട്. ഹല്ലേലൂയ. 3 ഉണ്ട്. വേർപെട്ട 3 കൂട്ടങ്ങളുണ്ട്. ഒരെണ്ണം നിന്നുപോയി. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ ഇടയിലാണ് ഞങ്ങളൊക്കെ ജനിച്ചു വളർത്തപ്പെട്ടത്. അന്ന് ഞങ്ങളുടെ വീടിന്റെ അതിരിൽ നിന്ന് 15 അടി ദൂരത്തിൽ ഒരു പെന്തക്കോസ് പള്ളി അന്നും ഇന്നും ഉണ്ട്. ഞങ്ങളുടെ വീടിന്റെ ഒരു 15 അടി ദൂരത്തിൽ ഒരു പെന്തക്കോസ് പള്ളി അന്നും ഇന്നും ഉണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെടുന്നതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടത് തന്നെ 24 വർഷമായി. അപ്പൊ അതിലേക്ക് എന്റെ ചെറുപ്രായത്തോടെ പള്ളിയുണ്ട്. എന്നൊക്കെ ഞങ്ങൾ വലിയ സമുദായത്തിൽ ഞങ്ങൾ നിൽക്കുന്നവരാണ്. ഹല്ലേലൂയ. ഈ പെന്തക്കോസുകാർ ഇതൊക്കെ ഭയങ്കര കൈയടിച്ച് പാട്ടുപാടി അന്യഭാഷയൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഞങ്ങൾ ഭയങ്കര കുറ്റം വിധിക്കുമായിരുന്നു. ഞങ്ങൾ ഭയങ്കര കുറ്റം വിധിച്ച് കളിയാക്കി ആ വീട്ടിനകത്ത് വലിയ ഒച്ചയും പാട്ടൊക്കെ ഇട്ട് ഒക്കെ ചെയ്തൊരു കാലഘട്ടമുണ്ട്. പക്ഷെ ദൈവം എന്നെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴാണ്, ദൈവം എനിക്ക് ഈ രക്ഷ തന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവം തെരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്താൻ പാടില്ലെന്ന് മനസ്സിലായത്. ഞാൻ അങ്ങനെ തന്നെ പോയതെങ്കിൽ ഞാനും ദൈവത്തിന്റെ ന്യായവിധിയിൽ അകപ്പെട്ട് ഞാൻ വലിയ ശിക്ഷയ്ക്ക് യോഗ്യനായി മാറിയനെ. പക്ഷേ ദൈവം എന്റെ ഉള്ളിൽ മാനസാന്തരം തന്നപ്പോൾ, ദൈവം എന്റെ ഉള്ളിൽ പ്രവർത്തിച്ചപ്പോൾ, ദൈവം എന്നെ തെരഞ്ഞെടുത്തപ്പോൾ, എന്റെ കുറവുകളെ കാണുവാൻ, എന്റെ കുറവുകളെ തിരിച്ചറിയുവാനുള്ള കൃപ, അതിനുള്ള സുബോധം എനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തതിലേക്ക് ഓർത്ത് അനുദപിച്ച് ദൈവത്തോട് ഏറ്റു പറഞ്ഞു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ദൈവം തെരഞ്ഞെടുത്ത് ആരും നീ കുറ്റപ്പെടുത്തരുത്. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരുപക്ഷെ നിങ്ങൾ വീണ്ടെടുക്കപ്പം പ്രാപിക്കാത്ത ജനമായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും സമുദായത്തിൽ നിൽക്കുന്നവരായിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളും അവരും കൂടെ ഒന്നിച്ചാണ് ജീവിക്കുന്നെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ദൈവം തെരഞ്ഞെടുത്ത കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വ്യക്തിയെ നിങ്ങൾ കുറ്റം പറയുകയോ, കുറ്റം വിധിക്കുകയോ, അവനെ നിസ്സാരെന്ന് വിളിക്കുകയോ, മൂടനെന്ന് വിളിക്കുകയോ, അവനെ പൊട്ടനെന്നോ അല്ലെങ്കിൽ അവനെ പൊട്ടിയെന്നോ അവനെ മന്ദബുദ്ധിയാണെന്നോ ഒക്കെ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അധികം താമസിയാതെ ശിക്ഷാവിധിയുടെ പേര് വരും. അല്ലേല് ഒരിക്കലും നിങ്ങൾക്കുള്ള അധികാരം കർത്താവ് തന്നിട്ടില്ല. നിങ്ങൾക്കത് എനിക്കും തന്നിട്ടില്ല. ഇതൊരു പൊതുവിലായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു മെസ്സേജാണ്. അല്ലേ? നമ്മുടെ കുറവുകളെ കാണണം. പ്രൈസ്. നമ്മുടെ കുറവുകളെ കണ്ട് നമ്മൾ ശുദ്ധീകരിക്കണം. അല്ലേ? ഭാര്യ ഭർത്താവിനെ കുറ്റം ചുമത്താൻ പാടില്ല, ഭർത്താവ് ഭാര്യയെ കുറ്റം ചുമത്താൻ പാടില്ല. അല്ലേ? അവർ തമ്മിൽ ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കണം. ദൈവമക്കൾ തമ്മിൽ കുറ്റം ചുമത്തുവാൻ പാടില്ല. ഹല്ലേലൂയ. അവർ തമ്മിൽ പരിഹസിക്കാൻ പാടില്ല. അവർ സ്നേഹത്തിൽ ഐക്യതയിൽ മുന്നോട്ട് പോകണം. മതങ്ങൾ തമ്മിലായാലും രാഷ്ട്രീയക്കാർ തമ്മിലായാലും ലോകത്തിലുള്ള സകല മേഖലയുള്ള ജനത്തെക്കുറിച്ച് ഇവിടെ കർത്താവ് ആഗ്രഹിക്കുന്ന പരസ്പരം കുറ്റം ചുമത്താതെ മുന്നോട്ട് പോകണമെന്നാണ്. അങ്ങനെ ലോകത്തെക്കുറിച്ച് ഒക്കെ ഒരു ചിന്താഗതി കിടക്കുമ്പോൾ തന്നെ ദൈവം തെരഞ്ഞെടുത്തവരെ കുറിച്ച് കുറ്റം പറഞ്ഞാലോ അതിന്റെ ശിക്ഷ എത്ര വലിയ കഠിനമായിരിക്കും. അല്ലേ? ഇവിടുന്ന് ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ കുറ്റം ചുമത്തിയത് കൊണ്ട് സംഭവിച്ച ഒരു കാര്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പം സ്തോത്രം. അപ്പം ഇവിടെ ദൈവത്തിന് പറയുന്നത്,
വളരെ പ്രായമേറിയതിനു ശേഷം മോശ ഒരു ക്രൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തപ്പോൾ അവന്റെ സ്വന്തം സഹോദരിയായി മിരിയാം അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രം അരുളി ചെയ്തിട്ടുള്ളുവോ, ഞങ്ങൾ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ലയോ എന്ന് ചൂടോടെ സംസാരിച്ച് പിറുപിറുത്തു. അല്ലേലിയ. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം വായിച്ചെന്ന് കാണാൻ കഴിയും. അല്ലേലിയ. അവിടെ എങ്ങനെ ഇരിക്കുന്നു? യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളുവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. അപ്പൊ യഹോവ അത് കേട്ടു. നമ്മുടെ ദൈവം അത് കേട്ട പിറുപിറുപ്പ്. മോശയുടെ പെങ്ങൾ മിരിയാം മോശയ്ക്കെതിരെ പിറുപിറുത്തത് ദൈവം കേട്ടു. അപ്പൊ മോശ വളരെ പ്രായം ചെന്നയാണ്. പ്രായം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കുശിസ്ത്രീയെ വിവാഹം കഴിക്കുന്നത്. അവർ നന്നായിട്ട് കറുത്തതാണ്. മോശയോ ജനത്തിൽ തന്നെ ദിവ്യസുന്ദരനായിരുന്നു നമ്മൾ വായിച്ചത്. അപ്പൊ മോശ ദിവ്യസുന്ദരനായിരുന്നു, രാജകുമാരനായിരിക്കുന്ന മോശ ഒരു കറുത്ത സ്ത്രീയെ തന്റെ ഭാര്യയായി സ്വീകരിച്ചത് മോശയുടെ പെങ്ങൾ മിരിയാമിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിറുപിറുക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ആ പിറുപിറുപ്പ് മുഖാന്തരം എന്ത് ചെയ്തു? മോശയുടെ പെങ്ങൾ അല്ലെ മിരിയാമിന് കുഷ്ഠം പിടിച്ചു. അല്ലെ മോശയ്ക്കെതിരെ പിറുപിറുത്ത, മോശയെ കുറ്റം വിധിച്ച, മോശയ്ക്കെതിരെ സംസാരിച്ച മോശയുടെ പെങ്ങൾ അല്ലെങ്കിൽ കുഷ്ഠം പിടിച്ചവളായി മാറി. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നിങ്ങൾ സംഖ്യാപുസ്തകം 12-ാം അധ്യായം വായിക്കണം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരെയും കുറ്റം ചുമത്തരുത്. ഇവിടെ കാണുന്നത് പുറപ്പാട് പുസ്തകം 2:21 മോശയുടെ അല്ലേലൂയ ഭാര്യയായി സിപ്പോറ ഒരു മിദ്യാനി യുവതിയായിരുന്നു. പുറപ്പാട് പുസ്തകം 2:16 കാണാം. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 42 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതിനകം ആ മിദ്യാനി സ്ത്രീ മരിച്ചുപോയി കാണും. ദിവ്യസുന്ദരനായിരുന്ന മോശ എങ്ങനെ കറുത്തിരണ്ട ഒരു യുവതിയെ വിവാഹം ചെയ്തു എന്ന് ഒരു അത്ഭുതമായിരിക്കാം. അല്ലേറിയ. ജോസിഫസ് മോശയുടെ ചരിത്രം എഴുതുമ്പോൾ അതിന് ഇങ്ങനെ എഴുതി വിശദീകരിച്ചു. അല്ലേറിയ. ഈജിപ്ത് ഐത്യോപ്യ യുദ്ധമുണ്ടായപ്പോൾ യുദ്ധത്തിൽ ഈജിപ്ത് പരാജയത്തിലെത്തിയപ്പോൾ ഫറവോൻ സൈന്യ നേതൃത്വം മോശയ്ക്ക് നൽകി. ഫറവോൻ സൈന്യ നേതൃത്വം എന്ത് ചെയ്തു? മോശയ്ക്ക് നൽകി. അല്ലേറിയ. മോശയ്ക്ക് നൽകി. മോശ യുദ്ധത്തിന് അതിവേഗം മുന്നേറുമ്പോൾ ഐത്യോപ്യ രാജാവിന്റെ മകളായ തർബീസ് മോശയെ കണ്ട് അവനിൽ അനുരക്തിയായി. തന്നെ വിവാഹം കഴിക്കാമെങ്കിൽ കീഴടങ്ങാമെന്ന് രഹസ്യമായി അറിയിച്ചു. മോശ അംഗീകരിച്ചു. ആ സ്ത്രീയാണ് ഇവിടെ പറയുന്ന മോശയുടെ 2ാമത്തെ ഭാര്യ കൂശ്യ സ്ത്രീ. ഹല്ലേലൂയ. അപ്പൊ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി കഴിഞ്ഞ ഏകദേശം ഹല്ലേലൂയ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മോശ പ്രായമേറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കൂശ്യ സ്ത്രീയെ മോശ ഭാര്യയാക്കി മാറ്റുന്നത്. അത് കണ്ടിട്ടാണ് മിരിയാം പിറുപിറുത്തത്. ഹല്ലേലൂയ. അപ്പൊ ദൈവം തെരഞ്ഞെടുത്തവരെ ആ കുറ്റം ചുമത്തും. ദൈവം തെരഞ്ഞെടുത്ത മോശ പിന്നെ 2ാമത് കൂശ്യ സ്ത്രീയെ തെരഞ്ഞെടുത്ത് വിവാഹം കഴിച്ചപ്പോൾ മോശയുടെ സഹോദരി ഒരിക്കലും മിരിയാം പിറുപിറുക്കരുതായിരുന്നു. അല്ലെങ്കിൽ അവളെ സ്നേഹിക്കണമായിരുന്നു. മോശയുടെ ഭാര്യയും ആ കൂശ്യ സ്ത്രീയും മോശയുടെ പെങ്ങളും നാത്തൂന്മാരാണല്ലോ അല്ലേ. അവർ തമ്മിൽ സ്നേഹിക്കണമായിരുന്നു. ആ സ്നേഹത്തിൽ മുന്നോട്ട് പോകണമായിരുന്നു. പക്ഷേ അതിന് വിപരീതമായി ആ മിരിയാം പിറുപിറുത്തു. അതവൾക്ക് കുഷ്ഠരോഗം പിടിക്കേണ്ടി വന്നു. ഇതൊക്കെ മുന്നറിയിപ്പായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് നൽകുന്നത് കേട്ടോ, മുന്നറിയിപ്പ് നൽകുന്നതാണ്. അപ്പം പുറപ്പാട് പുസ്തകം അല്ലെങ്കിൽ വായിച്ചു എന്നിട്ട് നിങ്ങൾ മോശയുടെ ജീവിത ചരിത്രം പഠിക്കുമ്പോൾ അത് കാണാൻ കഴിയും. സംഖ്യാപുസ്തകം 12:8 വായിക്കും. വീണ്ടും അവിടെ എഴുതിയിട്ടുണ്ട്. 12:8 വായിക്കുമ്പോൾ അവിടെ വീണ്ടും എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അവരോട് ഞാൻ അരുളിച്ചെയ്ത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ട് സ്പഷ്ടമായിട്ട് മാത്രമേ അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെയിരിക്കെ നിങ്ങൾ എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത് എന്ത്? ഹല്ലേലൂയ. യഹോവയുടെ കോപം അവിടുന്ന് ജ്വലിച്ചു. അവൻ മറഞ്ഞു. മേഘവും കൂടാരത്തിൽ നീങ്ങിപ്പോയി. മിരിയാം ഹിമം വായിക്കും. അതാണ് കാണുന്നത്. അപ്പൊ സംഖ്യാപുസ്തകം 12:8 പറയുന്നത് ഹല്ലേലൂയ. അവരോട് ഞാൻ അരുളിച്ചത് മറുപടിയായിട്ടല്ല, അഭിമുഖമായിട്ട് സ്പഷ്ടമായിട്ട് മാത്രമേ
അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത് അല്ലൊരു എന്ത് അല്ലുയ്യ എന്ത് അല്ലുയ്യ. യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. അവൻ മറഞ്ഞു, മേഘവും കൂടാരത്തിൽ നീങ്ങിപ്പോയി. മിരിയാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായെന്ന. ഒരിക്കലും നമ്മൾ ആരെയും കുറ്റം ചുമത്താൻ പാടില്ല. പഴയ നിയമത്തിൽ അപ്പോൾ ദൈവം അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുത്തെങ്കിൽ പുതിയ നിയമത്തിൽ അത് അപ്പോൾ ലഭിക്കുന്നില്ല എന്ന് ഓർത്ത് നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾ ചിന്തിക്കരുത്. നാം ദൈവം തെരഞ്ഞെടുത്ത് ഒരിക്കലും കുറ്റം ചുമത്തരുത്. ലേലിയ ഇവിടെ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിതരെ, നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. അല്ലേലിയ. അവൻ ദൈവജനത്തെ കുറിച്ചും ദൈവമക്കളെ കുറിച്ചും എഴുതുന്നതും അവരെ കുറിച്ച് അപവാദം പറയുന്നതും അവരെക്കുറിച്ച് അപവാദ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതും അവരെ നിന്ദിക്കുന്നതും അപമാനിക്കുന്നതും എല്ലാം കുറ്റകരമാണ്. അല്ലേലിയ. കർത്താവിന്റെ കോപാഗ്നി ഇറങ്ങുമ്പോൾ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അല്ലേലിയ. കർത്താവിന്റെ അല്ലെങ്കിൽ ജനത്തെ കുറ്റം പറഞ്ഞ് പുറപുറത്ത് നിങ്ങൾ രക്ഷപ്പെട്ടുവെന്ന് ആരും ചിന്തിക്കരുത്. കർത്താവിന്റെ വാൾ അവരെ പിന്തുടരുന്നു. തലമുറയായ കുടുംബത്തിൽ ദൈവത്തിന്റെ ശാപം വന്നു ചേരും. ദൈവം തെരഞ്ഞെടുപ്പിന് കുറ്റം വിധിക്കുന്ന, കുറ്റം ചുമത്തുന്ന സകലരോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, അത് മുഖാന്തരം നിങ്ങൾ കുറ്റം ചുമത്തിയത് മുഖാന്തരം നിങ്ങളുടെ കുടുംബത്തിനകത്തും ദൈവത്തിന്റെ ശാപം മാറിപ്പോവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതേ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വരണം. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 23:21 വായിക്കും കാണും. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യരിൽ തിന്മ കാണാനില്ല, ഇസ്രായേലിൽ കഷ്ടത അല്ലെങ്കിൽ ദർശിക്കാനുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പരസ്പര സ്നേഹത്തിൽ നിങ്ങൾ ജീവിക്കണം. ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ വിദ്യാഭ്യാസത്തിന്റെ പേരിലോ സമ്പത്തിന്റെ പേരിലോ പാരമ്പര്യത്തിന്റെ പേരിലോ നിങ്ങൾക്കുള്ള യാതൊരു നിങ്ങൾ അഹങ്കരിച്ച് നിങ്ങളെക്കാൾ കുറഞ്ഞൊരു വ്യക്തിയെ കാണുമ്പോൾ വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്ന യാചകനെയാണ് കാണുന്നതെങ്കിൽ ആ വ്യക്തിയെ പോലും നിങ്ങൾ കുറ്റം ചുമത്താതെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ കരുതുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായത്. അതാണ് ദൈവത്തിന് പ്രസാദകരം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നമ്മുടെ കുടുംബത്തിനകത്തോട്ട് നമുക്ക് തുടങ്ങാം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിത ബന്ധത്തിൽ, മക്കൾ അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അമ്മായിയമ്മയും മരുമക്കളും സഹോദരങ്ങൾ ബന്ധുമിത്രാന്തര അയൽവാസികൾ സഭ നമ്മുടെ ഗുരുക്കന്മാർ അധികാരികൾ തമ്മിൽ പരസ്പരം നമുക്ക് കുറ്റം ചുമത്താതെ സ്നേഹത്തിൽ ജീവിക്കാൻ കഴിയട്ടെ. നിങ്ങളെ നടത്തുന്നവരെ നിങ്ങൾ ബഹുമാനിക്കണം. നിങ്ങളുടെ ഫാമിലി ഇടയന്മാരെ, നിങ്ങളെ നടത്തുന്ന പുരോഹിതന്മാരെ കുറ്റം വിധിക്കരുത്. ഇന്ന് പകലെന്നെ കേൾക്കുന്നവരെ ശരിക്കതാ, നമ്മളെല്ലാം നിത്യതയ്ക്ക് ഒരുങ്ങുന്നവരാ, സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാ. ഒരിക്കലും നമ്മുടെ സ്വർഗരാജ്യം തടയപ്പെടാതെ, സ്വർഗരാജ്യം നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയ്ക്ക് വേണ്ടി ഇന്ന് പകൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊടുക്കുന്ന വലിയൊരു ചെറുവിനെ ഞങ്ങൾ കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ഒരു മനസ്സാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം തെരഞ്ഞെടുത്തൊരു ആൾ കുറ്റം ചുമത്തി നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കുന്ന പോലെ തന്നെ കർത്താവി മനുഷ്യൻ പരസ്പരം സ്നേഹമുള്ളവരായി, സന്തോഷമുള്ളവരായി, കർത്താവി ശത്രുക്കളെ സ്നേഹിക്കുന്നവരായി, ഉപദ്രവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നവരായി തീരുമാനട്ടെ. കാരണം സഹോദരൻ നിസ്സാര എന്ന് വിളിച്ച് അജ്ഞതരത്തിൽ യോഗ്യരായി തീരാതെ പരസ്പരം സ്നേഹിച്ച് കരുതി മുന്നോട്ട് പോകാൻ കർത്താവ് ജനത്തെ ഒരുക്കണമേ, ആരോഗ്യം എല്ലാം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണല്ലോ. ശൈശവത്തിൽ ബാല്യത്തിൽ ഗൗമായി യുവനത്തിലും വാദത്തിന് അനുഭവത്തിന് യാതൊരു തലമുറയിലായിരിക്കുന്ന എല്ലാ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് ഞങ്ങളുടെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികളെ, ട്രൈബൽ മേഖലയിലായിരിക്കുന്നവരെ, വിവിധ ഗോത്രവിഭാഗങ്ങളെ, കർത്താവി കരയിലും കടലും ആകാശമാർക്ക് വാഹനം ഒഴുകി യാത്ര ചെയ്യുന്നവർ, വാഹന നിർമ്മാണം സെൻസ് ചെയ്യുന്നവർ, സമുദ്രതീരത്തിൽ കർത്താവി കടലോര വാസികൾ, തീരദേശവാസികൾ, മത്സ്യബന്ധനം കടന്നുപോയിരിക്കുന്നവർ, സകലമേഖല, പൊതുവിൽ ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ബാങ്കിംഗ് മേഖലയില്, കർത്താവി കർഷക മെക്കാനിക്, ഓട്ടോ രംഗത്ത്, യൂണിയൻ രംഗത്ത്, എല്ലാ ടാക്സി ഡ്രൈവർമാരെയും, ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികൾ, വ്യവസായികൾ, വഴിയോര കച്ചവടക്കാരെ, എല്ലാ കരികളും കമ്പനികളും ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, ഭരണദൃഷ്ട പാർട്ടി രാഷ്ട്രീയ നേതാക്കന്മാർ, മത സാമൂഹിക സാംസ്കാരിക സംഘടന,
ചലച്ചിത്ര മാധ്യമ മീഡിയ രംഗം സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, എല്ലാ ജനതയും കുടിയിട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്നവരെ, ദേശരാജ്യം ജോലി ചെയ്തവരെ, കർത്താവിയുടെ കടലായത് കഷ്ടം സഹിക്കുന്നവർ, വിസ നഷ്ടപ്പെട്ടവർ, ജോലിയും നാട്ടിക്ക് കടന്നവരെ ഭാരപ്പെടുന്നു, വിദേശത്തിന്റെ മദ്യത്തിന് ഭയങ്കര അടിമപ്പെട്ടു പോയവർ, ജോലി കിടക്കുപോയി പീഡനമനുഭവിക്കേണ്ട സഹോദരങ്ങൾ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. വിദേശ കുറ്റകൃത്യങ്ങൾ ജയിലിൽ കിടക്കുന്നവർ, അവരൊക്കെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇനിയെങ്കിലും മനുഷ്യൻ പരസ്പരം കുറ്റം ചുമത്താതെ പഴിഞ്ഞാരാതെ കർത്താവ് ജനം മടങ്ങി വന്ന് മാനസാന്തപ്പെട്ട് വിശുദ്ധ ജീവിതം വെച്ച് കർത്താവ് വരെ വേണ്ടി ഒരുങ്ങുവാൻ ജനത്തെ ഒരുക്കണമേ. മദ്യപാനിൽ ഒരു കൂത്തിൽ അകപ്പെട്ടിരുന്ന തലമുറകൾ ഞങ്ങളുടെ സഹോദരങ്ങൾ വിടിവിക്കപ്പെടുവാൻ, കുടുംബങ്ങൾ വിടിവിക്കപ്പെടുവാൻ കർത്താവ് ഈ ദൈവജനത്തെ ഒരുക്കണമേ. യാചകരെ തൊട്ട് കർത്താവ് സകല ജനത്തെ ബഹുമാനിച്ച് ആദരിച്ച് പരസ്പരം ആമേൻ അന്യോന്യം കർത്താവ് അതിൽ ചേർത്തിരിക്കുവാൻ, ചേർന്നടക്കുവാൻ കൃപ എല്ലാവരും ഒരുപോലെ കാണുമുള്ള സാമ്യം കൃപ ജനത്തിന് കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ ജനം മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിക്കണം, സകല ജനത്തെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിളിയേറെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.